ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു ട്രെയിലർ റിയാക്ഷനായിട്ടാണ് വന്നേക്കുന്നത്. പടത്തിൻ്റെ പേര് പ്ലൂട്ടോ. അപ്പോൾ ഇതിൻ്റെ ടീസറും ഗ്ലിംസും ഒക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പ്ലൂട്ടോ ഒഫീഷ്യൽ ട്രെയിലർ. നീരജ് മാധവ്, അൽത്താഫ് സലീം, അജു വർഗീസ്, ആർഷ ബൈജു, ആദിത്യൻ ചന്ദ്രശേഖർ. അതാരാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ട്രെയിലർ ഒന്ന് കണ്ടുനോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഹൈപ്പും ഒക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാനായിട്ടുള്ളൊരു എനർജി വരുന്നത്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എന്തായാലും ചെയ്യുക. നമുക്ക് പോയി കണ്ടു നോക്കാം. ആദ്യമേ കാണാം, എന്നിട്ട് ബാക്കി പറയാം. 2 minutes 19 seconds അല്ലേ? പ്ലേ ചെയ്യണേ. തനിക്ക് ക്ലാപ്പനംകോട് ബീച്ചിൽ നിന്നൊരു ഏലിയനെ കിട്ടി. അതും അൽത്താഫാണോ ഏലിയൻ? ഞാനൊരു സയന്റിസ്റ്റ് ആണ്. നിങ്ങൾ കാണേണ്ടത് ഒരു സൈക്യാട്രിസ്റ്റിനെയാണ്. ആർഷ ബൈജുവിന്റെ സൗണ്ടല്ലേ? പൊട്ടി വീഴുമായിരിക്കും അല്ലേ? നിഷ്കളങ്കന്റെ കൂടെ നടന്ന് ഹ്യൂമൻ സ്പീഷീസിനെ മൊത്തം എറാഡിക്കേറ്റ് ചെയ്യാൻ വന്ന കൊട്ടു ഭീകരനാണവൻ. ഇൻട്രോ ഒന്നും വേണ്ട. കാര്യത്തിലേക്ക് ഇവരിൽ ആരുടെ സൂപ്പർ പവർ കേരള മലയാളം സ്യൂട്ടേ കൊള്ളാല്ലേ? ഭക്ഷണം എങ്ങനെയാണോ അതിന് സമാനമാണ് ഞങ്ങളുടെ ഗൃഹത്തിൽ ആൽക്കഹോൾ. എന്തിനാ ഈ ഭൂമിയിലോട്ട് വന്നത്? ഒരു ഫ്ലാഷ് ബാക്ക് പറയേണ്ടി വരും. He's cold-blooded, merciless, and a porker. കിടിലല്ലേ? അങ്ങനെ ഒരു ഐറ്റം ഈ ഭൂമി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ടൈഗർ തമ്പി ഇട്ടുക്കും. ടൈഗർ തമ്പി ശിക്കാരി ശംഭു. എന്റെ അമ്മ കിടിലല്ലേ? എന്തെങ്കിലും ഒരു പവർ ഉണ്ടാവില്ല കേട്ടോ. പോലീസും പട്ടാളവും പത്രക്കാരും ഒക്കെ വരും. അവര് തിരിച്ചും മറിച്ചും പലതും ചോദിക്കും. ഒന്നും വിട്ട് പറയാം. ഓക്കെ, ഈ രഹസ്യം എന്നോട് കൂടെ വേണ്ടത്. അമേരിക്കക്ക് മാത്രമല്ലടാ, തമ്പിയുടെ കേരളത്തിലുണ്ടായിരുന്നു. പ്ലൂട്ടോ 30 അല്ലേ? കിടിലൻ ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പെട്ടെന്നൊക്കെ ആ സ്യൂട്ടൊക്കെ അടിപൊളി തന്നെ അല്ലേ? പിന്നെ ശിക്കാരി ശംഭു ഇല്ലേ? പക്ക അല്ലേ ശിക്കാരി ശംഭു? കറക്റ്റ്. അജു വർഗീസിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാരക്ടർ എന്നുള്ള രീതിയിലുണ്ട്. ടൈഗർ തമ്പിയോ അങ്ങനെ എന്താ പറയുന്നത്? പക്ഷെ കറക്റ്റ് ആ ശിക്കാരി ശംഭു തന്നെ. പിന്നെ പ്ലൂട്ടോ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അൽത്താഫിന്റെ ക്യാരക്ടറിന്റെ പേരാണോ പ്ലൂട്ടോ, അതെ പ്ലൂട്ടോ എന്ന് വരുന്ന ഒരു ഏലിയൻ ആണോ എന്നറിയില്ല. എന്തായാലും ഏലിയൻ വരുന്നതാണ്. ഏലിയന് ശക്തിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ശക്തി എന്തൊക്കെയാന്ന് അവർ കണ്ടുപിടിക്കുന്ന കാര്യമൊക്കെ മിന്നൽ വിളിയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. പറക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങളൊക്കെ ഫൺ പാക്ഡ് സാധനമാണ്. ഇപ്പം 30-ാം തീയതിയാണ്. അപ്പൊ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം. ഫസ്റ്റ് ദിവസം പോയി കാണാൻ പറ്റുമെന്നുള്ള അറിയത്തില്ല, പക്ഷെ എന്തായാലും കാണണം. ഫണ്ണാണെന്ന് തോന്നുന്നു. സ്പൈഡർമാൻ പിന്നെ കാണാം, നമുക്ക് ഇത് തന്നെ കാണാം. ഇത് കണ്ടിട്ട് എനിക്ക് എന്തായാലും കാണാനായിട്ട് തോന്നി. പിന്നെ ആർഷ ബൈജു ഒക്കെ അറിയാമല്ലോ, പുള്ളിക്കാരിയൊക്കെ കോമഡിക്കൊക്കെ നല്ല. ഞാൻ ആർഷ ബൈജുവിനെ ആദ്യമായിട്ട് കാണുന്ന കരിക്കിൻ്റെ ഒരു വെബ് സീരീസിലാണേ, ആവറേജ് അമ്പിളിയോ അങ്ങനെ എന്തോ കണ്ടാണ്. പക്ഷെ അതിനകത്ത് പുള്ളിക്കാരി ഭയങ്കര ശോകം അങ്ങനെയൊക്കെയാണ്. പക്ഷെ പിന്നീട് മുകുന്ദനുള്ളിലേക്ക് വന്നപ്പോഴത്തേക്ക് വേറെ സീൻ. എനിക്ക് പുള്ളിക്കാരി കുറച്ചുകൂടെ ആ ഒരു ടൈപ്പ് ഓഫ് പരിപാടിയാണ്. അപ്പോൾ പുള്ളിക്കാരി കോമഡി എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അൽത്താഫ് ഉണ്ട്, നീരജ് ഉണ്ട്, പിന്നെ വേറെ അജു വർഗീസ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. എന്തായാലും ഓളപ്പടമായിരിക്കും. നമുക്ക് അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്നൊരു പടമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ബാക്കിയുള്ള പരിപാടിയും കൂടെ ഒന്ന് നോക്കാം ആരൊക്കെയാണെന്നൊക്കെ. ഡയറക്റ്റഡ് ബൈ ആദിത്യൻ ചന്ദ്രശേഖറിൻ്റെ വേറെ ഏതെങ്കിലും പടം ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ആക്ച്വലി നമ്മൾ അതിനെപ്പറ്റി ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു. പെട്ടെന്നങ്ങ്
റോക്ക് പേപ്പർ സിസേഴ്സ് മുകളിൽ എവിടെ എങ്കിലും ചന്ദ്രികയെ റോക്ക് പേപ്പർ സൈസ്. ഓക്കെ ഓക്കെ. എങ്കിലും ചന്ദ്രികയെ എങ്കിലും ചന്ദ്രിക നല്ല പടമായിരുന്നു. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറക്റ്റഡ് ബൈ ആദിത്യൻ ചന്ദ്രശേഖർ, പ്രൊഡ്യൂസ്ഡ് ബൈ രജു കുമാർ ആൻഡ് രശ്മി രജു, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി വിഷ്ണു ശർമ്മ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, ക്രിയേറ്റീവ് പ്രൊഡ്യൂസേഴ്സ്, റിട്ടൺ ബൈ നിയാസ് മുഹമ്മദ്, എഡിറ്റർ സനത് ശിവരാജ്, മ്യൂസിക് സ്കോർ സോങ്സ് ബൈ ആർക്കാഡോ, നീരജ് മാധവ്, ആർസി. ആഷ്ബിൻ പൗൾസൺ ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, VFX ഫ്ലൈയിങ് പ്ലൂട്ടോ. സോ നമുക്ക് എന്തായാലും ഈ പറയുന്നൊരു മൂവി തിയേറ്ററിൽ തന്നെ കാണാം. ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം. ചെറുതായിട്ട് ഒരു തമിഴ് ഫിലിം അറിയോ, ശിവകാർത്തികേയന്റെ ആണെന്ന് തോന്നുന്നു. ഏതാണ് പടം? ഏതാണ് പടത്തിന്റെ പേര് എനിക്ക് പറഞ്ഞു. കൊള്ളാം. അതായത് ചെറിയൊരു സിമിലായിട്ട് പടത്തിന്റെ പേരറിയത്തില്ല, ശിവകാർത്തികേയന്റെയാണ്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഫിലിം ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ട്രെയിലർ റിയാക്ഷൻസ് ചെയ്യാറുണ്ട്. പിന്നെ സമൂഹത്തിലുള്ള അപരാധങ്ങളെക്കുറിച്ച് ആണ് ചില സമയത്തൊക്കെ പറയാറുള്ളത്. അപ്പോൾ ഇതേപോലത്തെ പരിപാടിയൊക്കെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമ്മുടെ ഇതുപോലത്തുള്ള വീഡിയോസൊക്കെ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് പറയാം. കമന്റ് പറയാം. ചെറിയ ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കമൻറ്റൊക്കെ പറഞ്ഞ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക. ആൻഡ് ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ള കാര്യം ഒന്ന് പറയാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.